ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പപ്പടത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഞാൻ പപ്പടത്തോരനാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 5 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. പപ്പടം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഒരു വറ്റൽമുളക് 4 കഷ്ണമായി പൊട്ടിച്ചതും വേപ്പിലയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 വെളുത്തുള്ളി കീറിയതും ഒരു 8 ചുവന്നുള്ളി കീറിയതും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 മുറി തേങ്ങയാണ് ചിരകിയത് ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങ ചിരകിയതും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂണ് വറ്റൽമുളക് ചതച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം എരിവ് കുറവാണെന്ന് തോന്നുകയെന്ന് വെച്ചെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് വറ്റൽമുളകിന് എരിവ് കുറവായ കാരണം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ കുരുമുളകിൻ്റെ മണം ഉണ്ടെച്ചെങ്കിൽ നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ കുരുമുളക് ഇട്ടുണ്ടെച്ചെങ്കിൽ വരിക. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം ഞാനിങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പപ്പടത്തിൽ അത്യാവശ്യം നല്ല ഉപ്പുള്ള കാരണം ഞാൻ ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉപ്പ് പൊടി വെതറി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഭക്ഷണം കഴിക്കണതിൻ്റെ തൊട്ട് മുൻപ് തന്നെ ആയിട്ട് ചൂട് കൊടുക്കണം നമുക്ക് കഴിക്കാം. ഇല്ലാച്ചെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടെച്ചെങ്കിൽ എത്ര ചൂടാറണ്ട വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചാലും ഇത് തണുത്ത് പോവും. കാരണം നാളികേരം ഈ ഉള്ളിയൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.